നമുക്കിരിക്കാം. അഭിവന്യ പിതാവ് ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥന ആരംഭിക്കുകയുള്ളൂ. എല്ലാവരും ഇരുന്നോളൂ. സ്നേഹമുള്ളവരെയും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോമസ് സാറ് നമ്മിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ മാത്യു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, നാടിനു വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. വിദ്യാഭ്യാസ രംഗത്തും അഭിഭാഷക രംഗത്തുമൊക്കെ ഏറെ പ്രശോഭിക്കുകയും അതിലധികമായിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത വ്യക്തിയാണ്. കുടുംബാംഗങ്ങള്, കൊച്ചുരസ ടീച്ചർ, അതോടൊപ്പം തന്നെ മക്കള് അജയും അരുണും അനീഷും ഒക്കെ ഈ അപ്പച്ചന്റെ വലിയ നന്മയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ലഭിച്ചവരാണ്. സഭയ്ക്ക് വേണ്ടി ജീവിച്ച വ്യക്തി, നാടിനു വേണ്ടി ജീവിച്ച വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ദൈവം നിത്യസമ്മാനം ഈ തോമസ് സാറിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോതമംഗലം രൂപത ഈ കുടുംബത്തോട് ഏറെ കടപ്പെട്ടതാണ്. വൈദികരും സിസ്റ്റേഴ്സും അൽമായ സഹോദരന്മാരെല്ലാവരും ഇവിടെ വന്നിട്ട് കാരണം സാറിന്റെയും ടീച്ചറിന്റെയും ഒക്കെ നല്ല ജീവിതവും അവരുടെ ശുശ്രൂഷയും അവരുടെ മാതൃകയുമാണ് നമുക്കറിയാം. ഇനിയും അത് തുടർന്നുകൊണ്ട് പോകണം. തോമസ് സാറ് ഓർമ്മയായെങ്കിലും തോമസ് സാറിന്റെ ജീവിതം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാകണം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവഹിതം നിറവേറ്റി നിത്യ സമ്മാനത്തിനായിട്ട് സാറ് പുറപ്പെട്ടു. നമുക്കും ഇതുപോലെ തന്നെ നിത്യസമ്മാനം സ്വീകരിക്കേണ്ടവരാണ്. അങ്ങനെ ലഭിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിൽ ജീവിച്ച് വിശുദ്ധ കുർബാനയും കുദാശകളൊക്കെ സ്വീകരിച്ച് ദൈവവചനം പാലിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരുക. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. മാനുഷികമായ രീതിയിൽ വേദന ഉളവാക്കുന്നതാണ് വേർപാട്. എങ്കിലും വിശ്വാസത്തോട് ചിന്തിക്കുമ്പോൾ സാറ് നിത്യജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തിനു വേണ്ടി ജീവിച്ചുവോ ആ ലക്ഷ്യം സാധിച്ചു. സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടിയാണ് സാറ് നമ്മിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തിർക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിത്യസമ്മാനം നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഖിലർ